ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഇത് +1 ക്ലാസ്സിൽ കാൽക്കുലസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ അകത്ത് വരുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ ഇൻട്രൊഡക്ഷൻ ടു ലിമിറ്റ്സ് ആണ്. അപ്പോൾ ഈ ലിമിറ്റ്സ് എന്താണെന്നാണ് ആദ്യം നോക്കാൻ പോകുന്നത്. ലിമിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫംഗ്ഷൻ്റെ ബിഹേവിയർ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലിമിറ്റ്സ്. അതായത് ഒരു സ്പെസിഫിക് പോയിന്റിലെത്തുമ്പോൾ അതിൻ്റെ ലിമിറ്റ്സ്, അതായത് അതിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ് എന്ന് കാണിക്കണം. കാരണം ഇതൊരു പോയിന്റിൽ കറക്റ്റ് ഇവിടെ ആയിരിക്കും ഇതിൻ്റെ വാല്യൂ എന്ന് നമുക്കിതിൽ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊരു സ്പെസിഫിക് പോയിന്റ് എത്തുമ്പോൾ അതിൻ്റെ ബിഹേവിയർ എങ്ങോട്ടാണ് എന്ന് നമുക്ക് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കണം? ലിമിറ്റ് ഉപയോഗിക്കണം. നമ്മൾ ലിമിറ്റിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യണം? ലിമിറ്റ് എക്സ് ടേൺസ് ടു എ എന്നാണ് പറയുന്നത്. അപ്പോൾ എക്സ് ഏതാകുമ്പോൾ എയിലോട്ട് പോകുമ്പോൾ അതെന്ത് സ്വഭാവമാണോ കാണിക്കുന്നത് അത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ലിമിറ്റ്സ് ഉപയോഗിക്കുന്നത്. അപ്പം ഇതിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഫംഗ്ഷനാണ്. അതിൻ്റെയാണ് നമ്മൾ ലിമിറ്റ് കൊടുക്കുന്ന ഈ എഫ് ഓഫ് എക്സിലെ ഈ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് ഏതായിട്ട് മാറുകയാണ്, എ ആയിട്ട് മാറുമ്പോൾ അതിൻ്റെ സ്വഭാവം എന്താണോ അതാണ് നമ്മൾ ലിമിറ്റ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അത് മാത്രമല്ല, ഡെറിവേറ്റീവിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഇതിൽ പഠിക്കാനുണ്ട്. ആദ്യം നമ്മളിത് നോക്കാൻ പോകുന്നത് ലിമിറ്റ്സ് ആണ്. അപ്പോൾ ഈ ലിമിറ്റ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് റൂളും എല്ലാ കാര്യങ്ങളും അറിയണം. ലിമിറ്റ് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ സ്പെസിഫിക് ഒരു റിസൾട്ടിലോട്ട് പോകുമ്പോൾ അതെന്ത് സ്വഭാവമാണ് കാണിക്കുന്നത് അതിനെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് കാണിക്കുന്നത്? ലിമിറ്റ്സ് പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ലിമിറ്റ്സ് ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതെന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സിൻ്റെ വാല്യൂ എന്തായിട്ട് പോവുകയാണ്? 2 മാറുകയാണ്. ഇതാണ് നമ്മളെ എഫ് ഓഫ് എക്സ്. ഈ കിടക്കുന്നതാണ് നമ്മളെ എഫ് ഓഫ് എക്സ്. അപ്പം ഇതിൻ്റെ ഈ എക്സ് ടേം ഉണ്ടല്ലോ, അതായി വരുന്നതിനാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഓഫ് എക്സ്, എക്സിൻ്റെ ഫംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് എഴുതണം? എഫ് ഓഫ് എക്സ് എഴുതണം. അപ്പോൾ ഇതിൽ എക്സിൻ്റെ സ്ഥാനം എന്തായിട്ട് മാറുകയാണ്? 2 മാറുകയാണ്. ഇപ്പോൾ 2 എന്ന് പറയുന്ന വാല്യൂയിലോട്ട് എക്സ് മാറുമ്പോൾ അതെന്ത് സ്വഭാവമാണ് കാണിക്കുന്നതെന്നാണ് അപ്പോൾ നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത്. അതിലാദ്യം നമ്മൾ എന്ത് ചെയ്ത് നോക്കും? എക്സിന് 2 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുക്കും. എക്സിൻ്റെ സ്ഥാനത്തെല്ലാം എന്ത് ഇട്ട് കൊടുക്കും? 2 ഇട്ട് കൊടുക്കും. 2 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടി? 11 എന്ന് കിട്ടി. അപ്പം ഈ ലിമിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 11. ലിമിറ്റ് എക്സ് ടേൺസ് ടു 2x² + 3x+1 വാല്യൂ എന്തായിട്ട് കിട്ടി? 11 എന്ന് കിട്ടി. കാരണം ഈ കിടക്കുന്ന x² ഈ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? 2 വരും. അപ്പോൾ ഇവിടെ 2² എന്ന് വരും. ഇവിടെ 3x ഉണ്ട്, ഇതിൽ 3 × x, അപ്പോൾ അവിടെ 6 എന്ന് വരും. പിന്നെ 1, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 11 എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മളൊരു ലിമിറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ഇവിടെ ഒരാളെ വരയ്ക്കുകയാണ്. ഒരാളെ വരച്ചു. ഇയാൾ അങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചു. ഇയാൾ ലെഫ്റ്റ് സൈഡ് ഏതായിരിക്കും, റൈറ്റ് സൈഡ് ഏതായിരിക്കും? ഇതായിരിക്കും ഇയാളെ ലെഫ്റ്റ് സൈഡ്. അങ്ങോട്ട് പോകുന്ന ഒരാളെ ലെഫ്റ്റ് സൈഡ് ഇതായിരിക്കും, റൈറ്റ് സൈഡ് ഇതായിരിക്കും. റൈറ്റ് സൈഡ് നമുക്ക് വേറൊരു കളർ കൊടുക്കും. റൈറ്റ് സൈഡ് ഇതായിരിക്കും. അപ്പോൾ ഇയാളെ എക്സാക്ട് പൊസിഷൻ എനിക്കറിയത്തില്ല. അപ്പോൾ ഇയാൾ ഇവിടെയാണ്, ഇത് ഏതോ ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്. അയാളെ എക്സാക്ട് പൊസിഷൻ എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് എന്തറിയാം? ഇയാൾ ഇവിടെ എവിടെയോ ആണ് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ ഇയാൾ ഈ പൊസിഷനിലാണ് നിൽക്കുന്നതെന്ന് എനിക്ക് ഉറപ്പിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇയാൾ നിൽക്കണമെന്ന് എനിക്ക് തോന്നുന്ന പൊസിഷൻ്റെ അടുത്തുള്ള പൊസിഷനിലൊക്കെ നോക്കും. അതായത് ഇവിടെ നോക്കും, തൊട്ട് ബാക്കിലുള്ള പൊസിഷൻ. പിന്നെ അയാൾ നിൽക്കുന്നതിൻ്റെ കഴിഞ്ഞിട്ട് നിൽക്കണം നമുക്ക് തോന്നുന്നത് കഴിഞ്ഞിട്ട് ഏത് പോയിന്റ് ഉണ്ടോ അവിടെ നോക്കും. അയാൾ അത് കഴിഞ്ഞിട്ട് പോയോ എന്ന് തെളിയിക്കുക. അയാൾ അതുവരെ എത്തിയെന്ന് നോക്കാൻ വേണ്ടി അയാളിപ്പോൾ നമുക്ക് എവിടെയാണോ നിൽക്കണമെന്ന് തോന്നുന്നത് അതിൻ്റെ ഫ്രണ്ടിലുള്ള പോയിന്റ് നോക്കും. അയാൾ ഇത് കഴിഞ്ഞ് പോയോ എന്നറിയാൻ വേണ്ടി അത് കഴിഞ്ഞിട്ടുള്ള പോയിന്റ് നോക്കും. അപ്പോൾ ഈ 2 പോയിന്റും വെച്ചിട്ട് നമുക്ക് എന്തറിയാൻ പറ്റും? ഇയാളെ കറക്റ്റ് പൊസിഷൻ ഇവിടെ തന്നെ ആണോ എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കുമ്പോൾ ഇയാൾ ഇങ്ങനെ ഇവിടം വരെ എത്തിയെന്ന് മനസ്സിലായാൽ എത്തിയെന്ന് ഇവിടെ നിന്നും കിട്ടും. ഇത് കഴിഞ്ഞ് പോയിട്ടില്ല എന്ന് ഇവിടെ നിന്നും കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇയാളെ കറക്റ്റ് പൊസിഷൻ ഇവിടെയാണെന്ന് പറയാൻ പറ്റത്തില്ലേ? ഇത് തന്നെയാണ് നമ്മൾ എന്തും ചെയ്യുന്ന പോകുന്നത്, ലിമിറ്റിലും ചെയ്യാൻ പോകുന്നത്. നമ്മൾ ലിമിറ്റ് പഠിച്ചപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഇതിൽ നമുക്ക് എന്തും അറിയത്തില്ല. എക്സിൻ്റെ വാല്യൂ കറക്റ്റായിട്ട് ഇതിൻ്റെ പോയിന്റ് ആണെന്ന് അറിയത്തില്ല. നമ്മളൊരു അപ്രോക്സ് ആയിട്ട് ഇവിടെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം അത് പറയാൻ വേണ്ടിയാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്
റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുന്നത്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂവിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ലിമിറ്റും. ഇത് രണ്ട് ലിമിറ്റും കോയിൻസൈഡ് ചെയ്ത് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ, അങ്ങനെ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിളിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിന് രണ്ട് വാല്യൂസാണ് ഉള്ളത്. ഒന്ന് എക്സിൻ്റെ വാല്യൂ ഒന്നിനേക്കാളും ചെറുതാകുമ്പോൾ ഒരു വാല്യൂ പറഞ്ഞിട്ടുണ്ട്, എക്സിനേക്കാളും വലുതാകുമ്പോൾ ഒരു വാല്യൂവും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ലിമിറ്റ് എക്സ് ടേൺസ് ടു 1 എഫ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. എക്സിൻ്റെ വാല്യൂ 1 പോകുമ്പോൾ ഉള്ള എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കണം, റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കണം. ഇത് നോക്കാൻ മനസ്സിലാവും ഇവിടെ എന്തുണ്ട്, ഒരു 1 മൈനസ് എന്നിട്ടിട്ടുണ്ട്. അതെന്തിനാണെന്ന് മനസ്സിലായി കാണത്തില്ലായിരിക്കും. എ എന്ന് പറയുന്നതാണ് നമ്മളൊരു വാല്യൂ എന്ന് വെച്ചോ. അപ്പോൾ ഇതിന് ഒരു റൈറ്റ് സൈഡുണ്ട്. ഈ വാല്യൂവിനേക്കാൾ ഇതിൻ്റെ വാല്യൂ ഇപ്പം എയുടെ വാല്യൂ 2 ആണെന്ന് വെച്ചോ. അപ്പോൾ ഈ എയുടെ വാല്യൂ 2 ആണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്ന വാല്യൂസ് എന്തൊക്കെയായിരിക്കും, 2 കഴിഞ്ഞിട്ടുള്ള വാല്യൂ. അപ്പോൾ 2.1 തൊട്ട് 3, 5 അങ്ങനെ ഇതിൻ്റെ വാല്യൂ എന്ത് 2വിനേക്കാളും വലിയ വാല്യൂസ് ആയിരിക്കും. അതേപോലെ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ എന്ത് വരും, 1.9 വരും. അതിനേക്കാളും ചെറുതൊക്കെ ഇവിടെ വരാൻ കേട്ടോ. ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി 1.9 ആണ് പറഞ്ഞത്. 1.9 ഇവിടെ എന്ത് വരും, 1 വരും, 0 വരും, അങ്ങനെ ഇങ്ങോട്ടുള്ള വാല്യൂ പോകും. അപ്പോൾ ഈ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ വാല്യൂ എന്താണ്, കൂടിയാണ് പോകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും, പ്ലസ് കൊടുക്കും. ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ വാല്യൂ കുറഞ്ഞാണ് പറഞ്ഞത്, അതുകൊണ്ട് മൈനസ് കൊടുക്കും. അപ്പം അതുകൊണ്ടാണ് ഇവിടെ പ്ലസും മൈനസും ഇട്ടേക്കുന്നത്. റൈറ്റ് സൈഡിൽ പ്ലസും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പ്ലസ് മൈനസും. ഇനി എഫ് ഓഫ് എക്സിന് പകരം എക്സിനേക്കാളും ചെറുത് ഇങ്ങോട്ട് പോകുമ്പം എന്താണ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ 2x + 1 ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇനി എക്സ് കഴിഞ്ഞിട്ടുള്ളതിൽ എന്താ കൊടുക്കാൻ പോകുന്നത്, x² + 1 ആണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ വാല്യൂസ് ഇവിടെ കൊടുത്തു. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൽ എന്ത് കൊടുക്കും, x² + 1 എന്നും കൊടുക്കും. റൈറ്റ് ഹാൻഡ് സൈഡിൽ എഫ് ഓഫ് എക്സിന് പകരം x² + 1 എന്നും കൊടുക്കും. രണ്ടിടത്തും എന്ത് തന്നെ ലിമിറ്റ് 1 കൊടുക്കുന്നത്. അപ്പോൾ 2 രണ്ടിടത്തും എക്സിന് പകരം എന്ത് കൊടുക്കും, 1 കൊടുക്കും. അപ്പോൾ ആദ്യത്തെ സ്ഥലത്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, 3 എന്നും കിട്ടും. രണ്ടാമത്തെ കൊടുക്കുമ്പോൾ നമുക്ക് എന്തെന്നും കിട്ടും, 2 എന്നും കിട്ടും. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ മനസ്സിലായി, ഇവിടെ ഒരിടത്ത് 3യും ഒരിടത്ത് 2വും ഇത് എന്ത് ചെയ്യുന്നില്ല, കോയിൻസൈഡ് ചെയ്യുന്നില്ല, അതായത് ഒന്നായിട്ട് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഇങ്ങനെ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. x = 1 ഒരു ലിമിറ്റ് എന്ത് ചെയ്യുന്നില്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം RHS = LHS ഒന്നും നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ, അവിടെ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിപ്പം കിട്ടാത്തതുകൊണ്ട് നമ്മളെന്തെന്ന് പറയും, ഡസ് നോട്ട് എക്സിസ്റ്റ്, ഇങ്ങനെ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ആകുമ്പോൾ കോസ് എക്സിൻ്റെ വാല്യൂവിൽ എന്താ ചേഞ്ചാണ് വരുന്നത്. അപ്പോൾ കോസ് എക്സ് എന്താവും, = 1 ആവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ പഠിക്കാം. ഇതാണ് നമ്മുടെ ഫോർമുല. അതിൻ്റെ എക്സാമ്പിൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ ഇപ്പം പറഞ്ഞു തരാൻ പോകുന്നത്. ഇപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 - cos x എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, ഈ ലിമിറ്റ് എന്ത് ചെയ്താൽ മതി, അകത്തോട്ട് കൊടുത്താൽ മതി. അപ്പോൾ അകത്തോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്തെന്ന് വരും, ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 1 മൈനസ് ലിമിറ്റ് എസ് ടേൺസ് ടു 0 കോസ് എക്സ് എന്ന് വരും. അപ്പം ഇതെന്താണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിന് ലിമിറ്റ് കൊടുത്തിട്ട് ഒരു കാര്യമില്ലല്ലോ, നമുക്ക് എന്തെന്ന് തന്നെ കിട്ടുള്ളൂ, 1 എന്ന് തന്നെ കിട്ടുള്ളൂ. മൈനസ് ലിമിറ്റ് എസ് ടെൻസ് ടു 0 കോസ് എക്സിൻ്റെ വാല്യൂ എത്രയാണ്, 1 ആണ്. അപ്പോൾ 1 - 1 എന്ന് വരും, എന്തെന്ന് തന്നെ കിട്ടും, 0 എന്ന് തന്നെ കിട്ടും. ഇതല്ലാതെ വേറൊരു മെത്തേഡിൽ നമുക്കിത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇത് കോസ് എക്സിൻ്റെ വാല്യൂവിന് 1 - cos എക്സിന് നമുക്കൊരു ഫോർമുലയുണ്ട്, 2 sin² x/2 എന്ന് പറയുന്ന ഫോർമുലയൊക്കെ കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇത് വെറുതെ ഇങ്ങനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. ഇനി sin എക്സിൻ്റെ വാല്യൂ എക്സ് ടെൻസ് ടു 0 ആകുമ്പോൾ sin എക്സിൻ്റെ വാല്യൂ എന്താണ്, 0 ആണ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin 5x എന്ന് പറഞ്ഞാലും എക്സ് എന്ന് പറഞ്ഞാലും നമുക്ക് എന്ത് തന്നെ കിട്ടുള്ളൂ,
സീറോ തന്നെ കിട്ടുള്ളൂ. അപ്പം ഇതിൽ നമുക്ക് വേറൊന്നും ഇവിടെ പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല. എന്താ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്തേ വരുള്ളൂ, സീറോയേ വരുള്ളൂ. അപ്പം ഇവിടെ എന്തെന്ന് വരും വേണമെങ്കിൽ നമുക്ക് പറയാം 5 × 0 എന്നോ ആണെങ്കിൽ നമുക്ക് പറയാം. 5 × 0 ആയാലും എന്ത് തന്നെ, സീറോ തന്നെ. ഈ കോൺസ്റ്റന്റ് പുറത്തെടുത്തിട്ട് 5 × 0 എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാമെന്ന് പറയാം. പക്ഷേ അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ലിമിറ്റ് ഓഫ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ലിമിറ്റ് ഓഫ് സൈൻ എക്സ് ആസ് എക്സ് ടേൺസ് ടു 0. എക്സ് 0-ലോട്ട് പോകുമ്പോൾ സൈൻ എക്സിൻ്റെ വാല്യൂ എന്താവും, 0 ആയിട്ട് മാറും. അതാണ് നമ്മൾ ഇതിൽ പഠിക്കുന്ന ഫോർമുല, മൂന്നാമത്തെ ഫോർമുല. നമ്മൾ 3 ഫോർമുലയാണ് ട്രിഗണോമെട്രിയിൽ പഠിച്ചത്. ഒന്ന് സൈൻ എക്സ് ബൈ എക്സ്, എക്സ് ടേൺസ് 0. സൈൻ എക്സ് ബൈ എക്സിൻ്റെ വാല്യൂ എന്താണ്, 1 ആണ്. എക്സ് ടേൺസ് 0 കോസ് എക്സിൻ്റെ വാല്യൂ എന്താണ്, 1 ആണ്. എക്സ് ടേൺസ് ടു 0 സൈൻ എക്സിൻ്റെ വാല്യൂ എന്താണ്, 0 ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, സൈൻ 5x എക്സ് ടേൺസ് 0 വരുമ്പോൾ എങ്ങനെയാവുമെന്നാണ്. ഇവിടെ 5 എന്ന് വന്നാലും 100 എന്ന് വന്നാലും ഏത് നമ്പർ വന്നാലും ആൻസർ എന്തേ വരുള്ളൂ, 0 വരുള്ളൂ. ഇതാണ് നമുക്ക് ഈ ലിമിറ്റ്സിൽ പഠിക്കാനുള്ളത്. ഇനി ഇതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ടോപ്പിക്ക് ഫുള്ള് ക്ലിയർ ആവും. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള ഡെറിവേറ്റീവ്സ് ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അടുത്ത് വരുന്നത് ഇൻഫൈനൈറ്റ് ലിമിറ്റും ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റിയും, അങ്ങനത്തെ രണ്ടെണ്ണമാണ് വരുന്നത്. ആദ്യത്തെ കേസിൽ എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ 0-ലോട്ട് പോവുകയാണ്. നമുക്കുള്ള എഫ് ഓഫ് എക്സ് എന്താണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമ്മളിവിടുത്തെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/x² ആണ്. 1/x² ആണ്. അപ്പം നമുക്ക് എക്സ് ടേൺസ് 0. ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആദ്യം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സിൻ്റെ വാല്യൂ കൊടുത്തേ പറ്റൂ. എക്സിൻ്റെ വാല്യൂ എടുക്കുമ്പോൾ എന്തെന്ന് കിട്ടും, 1/0 എന്ന് വരും. 1/0 എന്താണ്, ഇൻഫിനിറ്റിയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിനെയാണ് നമ്മൾ പറയുന്നത് ഇൻഫൈനൈറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് ടേൺസ് ടു എന്തെന്ന് കൊടുക്കും, ഇൻഫൈനൈറ്റ് എന്ന് കൊടുക്കും. 1/x എന്ന് തന്നെയാണ് നമ്മൾ അവിടുത്തെ വാല്യൂ. എങ്കിൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ വരികയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 1/∞ എന്നല്ലേ അതിൻ്റെ ആൻസർ കിട്ടത്തുള്ളൂ. 1/∞ എന്താണ്, 0 ആണ്. അപ്പോൾ ഇൻഫിനിറ്റി ലിമിറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും, ഇൻഫിനിറ്റി ലിമിറ്റിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയും ആയിരിക്കും, ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റിയുടെ വാല്യൂ 0 ആയിരിക്കും. അത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഇപ്പം ഇതിൻ്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്താണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതിലോട്ട് വരുന്നത്. കുറച്ച് റൂൾസാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സം റൂള്. സം റൂൾ എന്ന പേരൊന്നുമില്ല, ഞാൻ കൊടുത്തേക്കുവാണ്. അപ്പോൾ സം റൂൾ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, രണ്ട് ഫംഗ്ഷൻ, ഒന്ന് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും ഒന്ന് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നതിന് ഈക്വലാണ് എന്താ, ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റ് കൊടുത്തതിന് ശേഷം ലിമിറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇതിന് രണ്ടിനും നമ്മൾ സെയിം ലിമിറ്റാണ് കൊടുക്കുന്നത്. എക്സ് ടേൺസ് ടു എ എന്ന് പറഞ്ഞ ലിമിറ്റാണ് കൊടുക്കുന്നത്. ഇത് ഒരുമിച്ച് ആദ്യം ആഡ് ചെയ്തതിന് ശേഷം കൊടുക്കുന്നതിനോട് ഈക്വലാണ് ആഡ് ചെയ്യാതെ സെപ്പറേറ്റ് ആയിട്ട് രണ്ടിൻ്റെ ലിമിറ്റ് കൊടുത്തിട്ട് ആഡ് ചെയ്യുന്നതും രണ്ടും ഈക്വൽ ആണെന്നാണ് ഇതിൽ പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ള. ഇതാണ് നമ്മൾ എഫ് ഓഫ് എക്സ്, ഇതാണ് നമ്മൾ ജി ഓഫ് എക്സ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന കേസാണ്. ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് കൊടുക്കണം, ലിമിറ്റ് ടേൺസ് ടു 2 കൊടുക്കണം. അത് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഇതൊന്ന് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അല്ലാതെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റ് കൊടുക്കുന്ന കേസാണ്. സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സ് ടേൺസ് ടു 2 x² + 3x എന്ന് വരും. പിന്നെ എക്സ് ടേൺസ് ടു x - 4 എന്ന് വരും. ഇത് സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, x² + 2² + 3 × 2 + 2 - 4 എന്ന് വരും. അപ്പം ഇവിടെ എക്സിന് പകരം 2 കൊടുത്തു, ഇവിടെ 2 വന്നു. ഇവിടെ എക്സിന് പകരം എന്ത് കൊടുത്തു, 2 കൊടുത്തു. അപ്പോൾ 2² ആയി. ഇവിടെ എക്സിന് പകരം 2 കൊടുക്കുമ്പോൾ 3 × 2 ആയി. ഇത് നമുക്ക് ആൻസർ ചെയ്തപ്പോൾ എന്തെന്ന് കിട്ടി, 8 എന്ന് കിട്ടി. നമുക്കിത് അല്ലാതെ ഒന്ന് ചെയ്ത് നോക്കാം. അല്ലാതെ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും, നമുക്ക് ആ ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്തെന്ന് വരും, x² + 3x + x - 4 എന്നായിരിക്കും വരുന്നത്. ഇത് ബ്രാക്കറ്റ് മാറ്റിയപ്പോൾ. അപ്പോൾ നമുക്ക് ഇത് രണ്ടിനെയും കൂടെ എന്താക്കാം, 4x എന്നാക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, x² +
4x-4 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്ത് നോക്കാം, ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, 2² പ്ലസ് 4 × 2 - 4 എന്ന് വരും. അപ്പോൾ നമുക്ക് ഇവിടെ എന്തെന്ന് കിട്ടും, 4 + 8 - 4 എന്ന് കിട്ടും. ഈ -4ഉം ഈ +4ഉം നമ്മൾ ക്യാൻസൽ ആയി പോയാൽ നമുക്ക് ആൻസർ എന്തെന്ന് കിട്ടും, 8 എന്ന് കിട്ടും. അത് തന്നെയാണ് നമ്മൾ അല്ലാതെ ചെയ്തപ്പോഴും കിട്ടിയത്. അപ്പോൾ ഇതാണ് നമ്മൾ ആ സം റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് വരുന്നതാണ് ഡിഫറൻസ് റൂൾ. ഡിഫറൻസ് റൂൾ എന്ന് പറഞ്ഞാൽ ഈ സം റൂൾ പോലെ തന്നെയാണ് ഡിഫറൻസ് റൂളും. ഇവിടെ എന്താവും, നെഗറ്റീവ് ആവും. ഇവിടെ എന്താ ചെയ്തത്, ലിമിറ്റ് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, വേണമെങ്കിൽ സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം ലിമിറ്റ് കൊടുക്കാം. അതിനോട് ഈക്വൽ ആണ് എന്ത് ചെയ്താലും ലിമിറ്റ് കൊടുത്ത് രണ്ട് ഫംഗ്ഷൻ്റെയും വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം അത് സബ്ട്രാക്ട് ചെയ്യണതും എന്ത് തന്നെയാണ്, ഈക്വലാണ്. അതിൻ്റെ എക്സാമ്പിളാണ് അതായത് ഇവിടെ കിടക്കുന്നത്. ഇതിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റ് കൊടുക്കുകയാണ്. x → 3 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്തെല്ലാം എന്ത് കൊടുക്കും, 3 കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് കിട്ടി, -11 എന്ന് കിട്ടി. അപ്പോൾ നമുക്കിത് അല്ലാതെ ചെയ്യുമ്പോൾ എന്തെന്ന് കിട്ടും, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇത് x² - 5x മൈനസ് ഈ മൈനസ് അകത്തോട്ട് വരുമ്പോൾ എന്താവും, -2x എന്നാവും. ഈ എക്സ് ആണ് ഇങ്ങനെ അകത്തോട്ട് വരുന്നത്. ഇത് വീണ്ടും എടുത്ത് ഇവിടെയും പോകും. ഇവിടെ ഇപ്പം -1 ആണ്, അതിൻ്റെ കൂടെ മൈനസും കൂടെ വരുമ്പോൾ എന്താവും, +1 എന്നാവും. അപ്പം x² - 5x - 2x + 1 എന്നായി. അപ്പോൾ ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്തുകൂടെ, കാരണം ഇവിടെ x² ടേം ഒന്നേ ഉള്ളൂ. അപ്പോൾ x² എന്നെടുത്ത് എഴുതി. ഇനി ഇവിടെ ഒരു -5x ഉണ്ട്, ഒരു -2x ഉണ്ട്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ രണ്ടിടത്തും മൈനസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അപ്പോൾ 5x + 2x എത്ര വരും, 7x വരും. വലുതിൻ്റെ സിമ്പിൾ എന്താണ്, എക്സ് ആണ്, അതുകൊണ്ട് മൈനസ് ആണ്, അതുകൊണ്ട് മൈനസ് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 7x എന്ന് കിട്ടി +1. അപ്പോൾ x² - 7x + 1 എന്ന് കിട്ടി. അപ്പോൾ ഇനി ഇതിനെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ലിമിറ്റ് കൊടുത്തേ പറ്റുള്ളൂ. ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ചെയ്യാം, 3² - 7 × 3 + 1 എന്ന് വരും. അപ്പോൾ 3² എത്രയാണ്, 9 ആണ്, -21 + 1 എന്ന് വരും. ഇവിടെ ഈ ടേമും പോസിറ്റീവാണ്, ഈ ടേമും പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, =10 - 21 എന്ന് വരും. എന്ത് കിട്ടും, -11 എന്ന് കിട്ടും. അപ്പോൾ ഈ -11 തന്നെയാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തപ്പോഴും കിട്ടിയത്. ഇങ്ങനെയാണ് ഡിഫറൻസ് റൂൾ വരുന്നത്. ഡിഫറൻസ് റൂൾ പറയണ വേറൊന്നുമില്ല, നമ്മൾ രണ്ട് ഫംഗ്ഷനെ മൈനസ് ചെയ്തതിന് ശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്യണതും ലിമിറ്റ് അപ്ലൈ ചെയ്ത് രണ്ട് ഫംഗ്ഷൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് മൈനസ് ചെയ്യണതും എന്താണ്, സെയിം ആണെന്നാണ്. ഇനി അടുത്ത് ഇതേപോലെ തന്നെയാണ് പ്രോഡക്റ്റ് റൂൾ. സെയിം ഇത് തന്നെയാണ്, രണ്ടെണ്ണത്തിൻ്റെയും പ്രോഡക്റ്റ് എടുത്തതിന് ശേഷം ലിമിറ്റ് കൊടുക്കുന്നത്, രണ്ട് ഫംഗ്ഷൻ്റെയും പ്രോഡക്റ്റ് എടുത്തതിന് ശേഷം ലിമിറ്റ് കൊടുക്കുന്നതും ലിമിറ്റ് കൊടുത്ത് രണ്ട് ഫംഗ്ഷൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് പ്രോഡക്റ്റ് എടുക്കുന്നതും എന്താണെന്നാണ് പറയുന്നത്, സെയിം ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ ഇതിൽ നോക്കി നോക്കാം. രണ്ടെണ്ണത്തിന് പ്രോഡക്റ്റ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഇതിൽ ഞാൻ ഇപ്പോൾ കൊടുത്തേക്കുന്ന രണ്ടെണ്ണത്തിന് സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കുമ്പോഴാണ്. ആദ്യം എന്ത് കൊടുക്കും, x + 2 പകരം ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, എക്സിൻ്റെ സ്ഥാനത്ത് 1 വരും. അപ്പോൾ 1 + 2 എന്നാവും 3 എന്ന് കിട്ടും. അതേപോലെ തന്നെ x - 3 വരെ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 - 3 എന്നാവും, -2 എന്നാവും. അപ്പോൾ ഇത് രണ്ടും കൂടെ 3 × -2 ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, -6 എന്ന് കിട്ടും. ഇതല്ല നമുക്ക് പ്രോഡക്റ്റ് എടുത്ത് നോക്കാം. പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഇത് രണ്ടും ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ലിമിറ്റ് കൊടുത്ത് നോക്കാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തെന്ന് വരും, 3 × x എന്താവും, x² ആവും. ഇനി x × 3 -3 എന്താവും, -3x എന്നാവും. ഇനി ഈ 2 × x എന്താവും, +2x എന്നാവും. ഇനി 2 × 3 എന്താവും, 2 × -3 ആണ്, അതുകൊണ്ട് -6 എന്നാവും. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുമ്പോൾ അടുത്ത് എന്ത് കിട്ടും, x². ഇവിടെ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. അപ്പോൾ ഇതിലെ വലുത് ഏതാ, 3x ആണ്. അപ്പം വലുത് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ആൻസർ എന്ത് തന്നെയായിരിക്കും, നെഗറ്റീവിലായിരിക്കും കിട്ടുന്നത്, നെഗറ്റീവ്. ഇനി ഇതെന്ത് ചെയ്താൽ മതി, 3x ന്ന് 2x കുറച്ചാൽ മതി. അപ്പം നമുക്ക് എന്തെന്ന് കിട്ടും, 1x എന്ന് കിട്ടും, അല്ലെങ്കിൽ x എന്ന് എടുക്കാം. അപ്പം +-6 എന്നാണ്. അപ്പം x² - 1x
-6 എന്നാണ് നമുക്കിപ്പം കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ എന്ത് കൊടുക്കാം? എക്സിന് വരാം 1 കൊടുക്കാം. അപ്പോൾ 1 - 6 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ +1 ആണ്, ഇവിടെ ഒരു -1 ഉണ്ട്. ഇത് തമ്മിൽ ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് ആൻസർ എന്തെന്ന് കിട്ടും? -6 എന്ന് കിട്ടും. അത് തന്നെയാണ് നമുക്ക് അല്ലാതെ ചെയ്തപ്പോഴും കിട്ടിയത്. ഇനി അടുത്ത് ലാസ്റ്റായിട്ട് വരുന്നത്, ലാസ്റ്റായിട്ടല്ല, കോഷൻ റൂളാണ് ഇതിൽ വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിൽ ഒരെണ്ണമാണ് കോഷൻ റൂള്. കോഷൻ റൂൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ സെയിം തന്നെയാണ്. ലിമിറ്റ് സെപ്പറേറ്റ് കൊടുത്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും അല്ലാതെ ഒരുമിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തതിന് ശേഷം ലിമിറ്റ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആൻസറും സെയിം ആണ്. ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഈ g(x)ന് ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. 0 ആയ എന്തെന്ന് വരും? ഇവിടെ ഒരു വാല്യൂ വരും. /0 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അർത്ഥം എന്താ? അത് ഇൻഫിനിറ്റി എന്നാണ് അർത്ഥം. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നമുക്ക് ആൻസർ വരാതിരിക്കാൻ വേണ്ടിയാണ് എന്തെന്ന് പറയണേ? ഇവിടെ g(x) എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ നോക്കാം. x turns to x² - 4/x - 2. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇത് എളുപ്പം ചെയ്യാനുള്ള വേറൊരു മെത്തേഡ് ഫോർമുലയും കൂടെ പഠിക്കും. ഇതാകുമ്പം ഇതിലിപ്പം ചെയ്യാനായിട്ട് ഇത് തമ്മിൽ ആദ്യം നമുക്ക് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യാൻ ആദ്യം നമ്മൾ ഇതിലെന്താ ചെയ്യുന്നത്? സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റ് കൊടുത്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. സെപ്പറേറ്റ് ആയിട്ട് ഇത് ഒരുമിച്ച് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? ഇവിടെ ഇതിനാദ്യം നമുക്ക് സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കുക. ഇതിന് സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കുമ്പം ഇവിടെ എക്സിന് സ്ഥാനത്ത് എന്ത് വരും? 2 വരും. 2² - 4 എന്ന് വരും. അപ്പോൾ f(x) f(2) കിട്ടിയത് f(2)ൻ്റെ വാല്യൂ ആണ്. f(2) = 2² - 4 എന്ന് വരും. അതായത് 4 - 4 എന്ത് വരും? 0 എന്ന് വരും. 4 - 4 0 എന്ന് വരും. ഇനി അടുത്ത് നമുക്ക് താഴത്തെ g(2) കണ്ടുപിടിക്കണം. g(2) കണ്ടുപിടിക്കുമ്പോൾ എന്തെന്ന് കിട്ടും? x - 2. അപ്പോൾ 2 - 2 എന്നാണ് കിട്ടിയത്. 2 - 2 എന്ത് വരും? 0 വരും. ഇവിടെ നമുക്ക് രണ്ടും എന്താണ് എന്നാണ് കിട്ടിയത്? 0 എന്നാണ് കിട്ടിയത്. നമുക്ക് 0 എന്ന് കിട്ടിയാൽ നമുക്ക് ഇത് ഇൻഡിറ്റർമിനൻ്റ് ഫോം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരം നമ്മൾ ആദ്യം ഇതിന് എന്ത് ചെയ്യണം? ഈ സ്ക്വയർ എന്ന് പറഞ്ഞ ടേമിനെ ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം. x² - 4നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഫോർമുലയിലാണ് കിടക്കുന്നത്. a² - b² ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ എന്തെന്ന് എഴുതാം? a + b × a - b എന്ന് പറഞ്ഞ ഫോമിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം. അങ്ങനെയാണ് ഇത് ഇവിടെ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ബൈ എന്തെന്ന് വരും? x - 2 എന്ന് വരും. ഈ x - 2ഉം ഈ x - 2ഉം നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് എന്തെന്നേ കിട്ടുള്ളൂ? x + 2 എന്നേ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഡിവിഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് ഇതൊക്കെയാണ്. ഡിവിഷൻ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തരാം. കാരണം നമ്മൾ ഡയറക്റ്റ് നമ്മൾ വാല്യൂ എടുത്ത് കൊടുത്താൽ നമുക്ക് എന്തെന്നേ കിട്ടുള്ളൂ? 0 എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. പക്ഷെ നമ്മൾ അതിനൊരു ഫാക്ടറൈസ് ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തെന്ന് കിട്ടും? ആൻസർ ഡിഫറൻ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പം ഡിവിഷനിലാണ് നമുക്കിത് ഏറ്റവും കൂടുതൽ തെറ്റാൻ ചാൻസ് ഉള്ളത്. ഡിവിഷനിലാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ തന്നെ നമ്മൾ വേറൊരു ഫോർമുലയും കൂടെ പഠിക്കും. ഇനി അടുത്ത് വരുന്നത് കോൺസ്റ്റൻറ്റ് റൂളാണ്. കോൺസ്റ്റൻറ്റ് റൂൾ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മളിപ്പം ലിമിറ്റ് ഓഫ് ഒരു കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ത് തന്നെയായിരിക്കും? ആ കോൺസ്റ്റൻറ്റ് തന്നെയായിരിക്കും. കാരണം ഇവിടെ ലിമിറ്റ് കൊടുക്കാൻ നമുക്ക് എന്ത് വേണം? എക്സ് എന്ന് പറയുന്ന ഒരു ടേം വേണം. ഒരു കോൺസ്റ്റൻറ്റിൽ നമുക്ക് ഒരിക്കലും എന്തെന്ന് കാണത്തില്ല? എക്സ് എന്ന് പറഞ്ഞ ടേം കാണത്തില്ല. ഇവിടെ x turns to 5/7. 7 എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ എക്സ് കൊടുക്കാനായിട്ട് അവിടെ എന്തില്ല? ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ആൻസർ എന്തെന്ന് തന്നെ കിട്ടും? 7 എന്ന് തന്നെ കിട്ടും. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന സ്റ്റാൻഡേർഡ് ട്രിഗ്നോമെട്രിക് ലിമിറ്റ് എന്നാണ്. സ്റ്റാൻഡേർഡ് ട്രിഗ്നോമെട്രിക് ലിമിറ്റ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഇതിൽ ലിമിറ്റ് x turns to 0 എന്ന് പറഞ്ഞാൽ എന്താണ്? sin x/x എന്നാണ് നമുക്ക് കിട്ടുന്നത്.
സ്റ്റാൻഡേർഡ് ട്രിഗണോമെട്രിക് ലിമിറ്റിൽ ആദ്യം മേടിക്കുന്നതാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു 1. ഇത് നമ്മളിത് കാണാതെ പഠിച്ച് വെച്ചേക്കണം. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഫോർമുല. അപ്പം ഇത് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിളാണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 3x ബൈ എക്സ് എന്നാണ് വരണമെങ്കിൽ നമുക്കിതിനെ നമ്മളെ ഫോർമുല ആക്കണമെങ്കിൽ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എത്ര വരണം? ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 3x ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ എക്സിനെ മാറ്റി നമുക്ക് എന്താക്കണം? ഇവിടെ 3x എന്ന് ആക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു 3x ആക്കണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഒരു 3 കൊണ്ട് എന്ത് ചെയ്താൽ മതി? മുകളിലും താഴെയും ഞാൻ മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്കിവിടെ എന്ത് വരും? ഒരു 3 വരും. അപ്പം ഞാനത് അങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എന്താ ഇവിടെ ഇതാണ് നമ്മളെ വാല്യൂ. ഇവിടെ എന്ത് ചെയ്താണ്? സൈൻ 3x ബൈ ഇവിടെ എക്സേ ഉള്ളൂ. ഇവിടെ 3x ആക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ ഒരു എക്സ് 3/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ 3 എന്നിട്ട് അടുത്ത് എവിടെ എഴുതി? ഇതിൻ്റെ കൂടെ എഴുതി കൊടുത്തു. ഇതാണ് നമ്മൾ ചെയ്തത്. ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി എന്ത് വരും? ഇവിടെ ഒരു 3 ബാക്കി വരും. ഇതിൻ്റെ വാല്യൂ എന്തെന്ന് കിട്ടും? 1 എന്നും കിട്ടും. 1 × 3 എന്തെന്ന് കിട്ടും? 3 എന്ന് കിട്ടും. ഇതാണ് ഫസ്റ്റ് ട്രിഗണോമെട്രിയിലെ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ആകുമ്പോൾ കോസ് എക്സിൻ്റെ വാല്യൂവിന് എന്താ ചേഞ്ചാണ് വരുന്നത്? അപ്പോൾ കോസ് എക്സ് എന്താവും? ഈക്വൽ ടു 1 ആവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ പഠിക്കാം. ഇതാണ് നമ്മളെ ഫോർമുല. അതിൻ്റെ എക്സാമ്പിൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ ഇപ്പം പറഞ്ഞു തരാൻ പോകുന്നത്. ഇപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഈ ലിമിറ്റ് എന്ത് ചെയ്താൽ മതി? അകത്തോട്ട് കൊടുത്താൽ മതി. അപ്പോൾ അകത്തോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്തെന്ന് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് എക്സ് എന്ന് വരും. അപ്പം ഇതെന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിന് ലിമിറ്റ് കൊടുത്തിട്ട് ഒരു കാര്യമില്ലല്ലോ. നമുക്ക് എന്തെന്ന് തന്നെ കിട്ടുള്ളൂ? 1 എന്ന് തന്നെ കിട്ടുള്ളൂ. മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ 1 മൈനസ് 1 എന്ന് വരും. എന്തെന്ന് തന്നെ കിട്ടും? 0 എന്ന് തന്നെ കിട്ടും. ഇതല്ലാതെ വേറൊരു മെത്തേഡിൽ നമുക്കിത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് കോസ് എക്സിൻ്റെ വാല്യൂവിന് 1 മൈനസ് കോസ് എക്സിന് നമുക്കൊരു ഫോർമുല ഉണ്ട്. 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് പറയുന്ന ഫോർമുലയൊക്കെ കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇത് വെറുതെ ഇങ്ങനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് ആൻസർ കിട്ടും. ഇനി സൈൻ എക്സിൻ്റെ വാല്യൂ എക്സ് ടെൻസ് 0 ആകുമ്പോൾ സൈൻ എക്സിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ 5x എന്ന് പറഞ്ഞാലും എക്സ് എന്ന് പറഞ്ഞാലും നമുക്ക് എന്ത് തന്നെ കിട്ടുള്ളൂ? 0 തന്നെ കിട്ടുള്ളൂ. അപ്പം ഇതിൽ നമുക്ക് വേറൊന്നും ഇവിടെ പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല. എന്താ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്തേ വരുള്ളൂ? 0 വരുള്ളൂ. അപ്പം ഇവിടെ എന്തെന്ന് വരും? വേണമെങ്കിൽ നമുക്ക് പറയാം 5 × 0 എന്നോ ആണെങ്കിൽ നമുക്ക് പറയാം. 5 × 0 ആയാലും എന്ത് തന്നെ? 0 തന്നെ. ഈ കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തിട്ട് 5 × 0 എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാമെന്ന് പറയാം. പക്ഷേ അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ലിമിറ്റ് ഓഫ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ലിമിറ്റ് ഓഫ് സൈൻ എക്സ് ആസ് എക്സ് ടെൻസ് ടു 0. എക്സ് 0 പോകുമ്പോൾ സൈൻ എക്സിൻ്റെ വാല്യൂ എന്താവും? 0 ആയിട്ട് മാറും. അതാണ് നമ്മൾ ഇതിൽ പഠിക്കുന്ന ഫോർമുല. മൂന്നാമത്തെ ഫോർമുല. നമ്മൾ 3 ഫോർമുലയാണ് ട്രിഗണോമെട്രിയിൽ പഠിച്ചത്. ഒന്ന് സൈൻ എക്സ് ബൈ എക്സ്, എക്സ് ടെൻസ് 0 സൈൻ എക്സ് ബൈ എക്സിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. എക്സ് ടെൻസ് 0 കോസ് എക്സിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. എക്സ് ടെൻസ് ടു 0 സൈൻ എക്സിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. സൈൻ 5x എക്സ് ടെൻസ് ടു 0 വരുമ്പോൾ എങ്ങനെയാവുമെന്നാണ്. ഇവിടെ 5 എന്ന് വന്നാലും 100 എന്ന് വന്നാലും ഏത് നമ്പർ വന്നാലും ആൻസർ എന്തേ വരുള്ളൂ? 0 വരുള്ളൂ. ഇതാണ് നമുക്ക് ലിമിറ്റ്സിൽ പഠിക്കാനുള്ളത്. ഇനി ഇതിൻ്റെ കുറേ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ടോപ്പിക്ക് ഫുള്ള് ക്ലിയർ ആവും. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള ഡെറിവേറ്റീവ്സ് ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.